Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Good Happy Okay. morning, Teachers ma'am. Day. Happy Teachers' Day. Thank you. Good morning, ma'am. Good Happy morning. Teachers Day. Happy Teachers Day. ഓക്കെ പ്രേയർ എന്നാരാണ് പറയാൻ പറഞ്ഞോ കേട്ടോ പ്രേയർ അഫ്ന Yes, ma'am. പറഞ്ഞോളാം. Good morning. Bless us, Lord, throughout the day. While at school, at home, at play. Help us to love and not to hate. Bless us all. Oh Lord, we pray. Thank you. താങ്ക് യു. ഓക്കെ നമ്മള് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇന്ന് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ആക്ടിവിറ്റീസ് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ അടുത്ത്? ഇല്ല, ma'am. ഇയാളെ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്പേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ? മാം നമ്പേഴ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്പേഴ്സിന്റെ ഒരു ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ട് കുഴപ്പമില്ല കേട്ടോ. സോങ് മലയാളത്തിലെ പറ്റുമോ? ഇവിടെ നമ്പർ സോങ് നമുക്ക് പഠിപ്പിക്കേണ്ട ഭൂരിഭാഗം കുട്ടികളും മിക്കവാറും CBSE അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളായിരിക്കുള്ളൂ. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ മലയാളം മീഡിയം ഒക്കെയാണ്. പക്ഷെ ഭൂരിഭാഗം നമ്മൾ ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതേപോലെ പ്രസന്റ് ചെയ്യാനും ഇംഗ്ലീഷിൽ തന്നെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് എല്ലാവർക്കും ടൈം തരാം. ക്ലാസ്സിന്റെ ഇടയിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. നമ്പേഴ്സിനെ കുറിച്ചുള്ള ആക്ഷൻ സോങ് എന്നാണ് അടുത്ത ക്ലാസ്സിലാണ് നമ്മ എന്ത് ചെയ്യണത് ചെയ്യണേ കേട്ടോ. ഓക്കെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ അഫക്ട് ചെയ്യണ ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഹെൽത്തും ഫിസിക്കൽ ഫിസിക്കൽ അപ്പിയറൻസും എന്തിനാ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു? അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടിയുടെ വ്യക്തിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്റലിജൻസും ഇതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ട ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നേരത്തെ അവരുടെ ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് കുറച്ച് താമസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ നല്ല ഒരു ഗുഡ് ഫാമിലി എൻവയോൺമെന്റിന് വരുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത്. മോശം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നെഗറ്റീവ് ആയിരിക്കും. ഇമോഷൻസ് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 3 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വേഗം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ.
കംപ്ലീറ്റ് ആക്കിയാലോ? എല്ലാവരും വായിച്ചു നോക്കിയാലോ? ഓക്കെ, ഞാൻ ഓരോരുത്തരെ വിളിക്കാം കേട്ടോ. അപ്പൊ അവര് പറയണേ. ഓക്കെ, ആരാ റെഡി ആയിരിക്കുന്നത് പറയാനായിട്ട്? നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായ കാര്യം പറയാനായിട്ട് ആരാ റെഡി ആയിരിക്കുന്നത്? ഓക്കെ, അഞ്ജന പറഞ്ഞോളാം. അഞ്ജനയ്ക്ക് എന്താ മനസ്സിലായത്? ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതില് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫസ്റ്റത്തെ. ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണുള്ളത്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം അവർ വീക്കാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് അവർ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അൺസ്റ്റേബിളും അതേമാതിരി അവരെപ്പോഴും അപ്സെറ്റ് ആയിരിക്കും. അതാണ് ഹെൽത്തും അതേമാതിരി ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഫാക്ടർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. എപ്പോഴും ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടീനേക്കാളും എപ്പോഴും ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ അവര് ലോ ഇന്റലിജന്റ് ആയ കുട്ടികൾക്ക് കഴിവ് കുറവായിരിക്കും. അതേസമയം ഹൈ ഇന്റലിജന്റ് ആയ കുട്ടികൾ അവർക്ക് തിങ്ക് ചെയ്യാനും അതേമാതിരി കൂടുതലായിട്ട് അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കൂട്ടാനായിട്ടും സാധിക്കും. ഫാമിലി എന്ന് പറയുമ്പോൾ എപ്പോഴും കുട്ടികൾ നമ്മുടെ വീട്ടിലെ പാരന്റ്സ് അതേമാതിരി മുതിർന്ന ആളുകൾ അവരെങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ എന്നതിനനുസരിച്ചാണ് കുട്ടികളും അതേ കോപ്പി ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. അതേമാതിരി അവരുടെ പ്രവർത്തികളും എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഇത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ഫാമിലി, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങള് അങ്ങനെ എന്തെങ്കിലുമുള്ള ഫാമിലിയിൽ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അതേപോലെ അവരുടെ ഇമോഷൻസും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിരിക്കും. അതേമാതിരി ഫാമിലിയുടെ സൈസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അതൊക്കെ ഈ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ സൈസ് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ചെറിയ എന്താ പറയാ ന്യൂക്ലിയർ ഫാമിലീസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ ഇമോഷൻസ് മാത്രമേ ആ കുട്ടി കാണുന്നുള്ളൂ. അപ്പൊ അവരുടെ ഇമോഷൻസ് പറഞ്ഞാൽ ആ ഒരു വീട്ടിലെ ആൾക്കാരുടെ ക്യാരക്ടർ മാത്രമാണ്. പക്ഷെ നമ്മൾ ജോയിന്റ് ഫാമിലിയിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അത് ചെറുപ്പം മുതലേ ഷെയറിങ്ങും അതേപോലെ തന്നെ എൽഡേഴ്സിനെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഉള്ള ശീലങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലിയിൽ തന്നെ കണ്ടു വളരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രോത്തിന്റെ സമയത്ത് വളരെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ
ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് പറയുന്നത് കേട്ടോ. എന്താണ് നമ്മൾ പറയുന്നത്? സോഷ്യൽ അറ്റ്മോസ്ഫിയർ. The healthy and conducive atmosphere of the school always result in a balanced emotional growth of the children. ഇപ്പൊ ഭയങ്കര വീട്ടിലൊക്കെ ഭയങ്കര കുറുമ്പൊക്കെ എടുക്കണം. നമ്മളുടെ മക്കളായിരുന്നു ശ്രദ്ധിച്ചാൽ അറിയാം. വീട്ടിലൊക്കെ കുറുമ്പൊക്കെ ഭയങ്കര കുറുമ്പ ഭാഷയുള്ള കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ നഴ്സറിയിലേക്ക് പോയി കഴിയുമ്പോൾ ടീച്ചർ പറയും എന്ത് പാവം കുട്ടിയെ ബാക്കി എല്ലാ കുട്ടികളോടൊപ്പം നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. കാരണം എന്താണ്? ആ കുട്ടി വന്നിരിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരും. ഈ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആയാലും ടീച്ചറിന്റെ സ്വഭാവം ക്യാരക്ടർ ആയാലും ഈ കുട്ടീനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് പരിസരമാണല്ലോ നമ്മള് ചുറ്റുപാടും ഏതാണെന്ന് നോക്കിയിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അവർക്ക് വാശിയൊന്നും ഇല്ലാത്ത നല്ല അനുസരണമുള്ള ഒരു കുട്ടീനെയാണ് നമുക്ക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത്. എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടെ ചെയ്യും. അപ്പൊ എന്താണ്? ആ ഇമോഷൻ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരായിട്ടുള്ള കുഞ്ഞു പിള്ളേരൊക്കെ എങ്ങനെയാണ്? അംഗനവാടി പോണേക്കാൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ അറിഞ്ഞൂടാ, വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കരയും. ഇത് അങ്ങനെയൊന്നും അല്ല. അംഗനവാടിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടക്കം ഒതുക്കൊക്കെ വരും. ഈ വാശിയും കുറുമ്പും ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി അവരെന്താവും? ഒരു ചിട്ടയിലേക്ക് വരും. ഒരു പർട്ടിക്കുലർ നല്ലൊരു ചിട്ടയിലേക്കാണ് വരുന്നത്. The physical facilities of the school, curricular and co-curricular activities, method of teaching, nature of discipline, relationship among the members of the staff and the head of the institution. ഇതൊക്കെ എന്തിനൊക്കെ കാരണമാണെന്ന് പറയുന്നത്? സ്കൂളിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ഒരു ബെഞ്ചിലായിരിക്കും കുട്ടി ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? ആ ബെഞ്ചിൽ എന്താ പറയാ, ഒരു ബെഞ്ചിൽ ഡെസ്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കാൻ പറ്റണം. അപ്പൊ അവിടെ തന്നെ ഷെയറിംഗ് ഹാബിറ്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്താ പറയാ നല്ല അച്ചടക്കത്തോടെ ഇരിക്കണം. ആ ഒരു ഹാബിറ്റ്സ് തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തു. ദെൻ എന്താണ്? അത് കഴിയുമ്പോൾ സോഷ്യൽ നമ്മൾ എന്താ പറയുന്നത്? മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓരോ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തേഡ്. ഇപ്പൊ മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തേഡിലാണ് അവർ പഠിപ്പിക്കണമെങ്കിൽ പിള്ളേർക്ക് എങ്ങനെയായിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിച്ചെടുക്കാനും ഈസി ആയിരിക്കും. ഈ നമ്പേഴ്സ് ഒക്കെ 1, 2, 3 എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതി പഠിപ്പിക്കണേണോ ഈ 1 എന്ന് പറയുന്ന നമ്പർ എഴുതിയിട്ട് അല്ലെങ്കിൽ അത് കളർ ചെയ്യിപ്പിക്കണേക്കും നല്ലത്? നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ മെത്തേഡ്. എങ്ങനെയാണ്? 1 എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കും, അത് വരച്ചു കൊടുക്കും, അത് ഷെയ്ഡ് ചെയ്യിപ്പിക്കും, പിന്നെ എങ്ങനെയാണ് എഴുതിപ്പിക്കും. നമ്മളും കുട്ടികളുടെ ഒപ്പം തന്നെ ഇരുന്നതങ്ങൾ ചെയ്യും. അപ്പൊ അവർക്ക് എന്താണ്? നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് മനസ്സിലായി. ടീച്ചറും അതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ ടീച്ചർ ചെയ്യണ പോലെ ആയിരിക്കും കുട്ടികളും ചെയ്യണത്. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റും അതേ രീതി വരും. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഇപ്പൊ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളുകളാണെന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഈ കുരുത്തക്കേടുള്ള കുട്ടികളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി കുടുംബമായിട്ടുള്ള കുട്ടികളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിലൊക്കെ വരുന്നെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ പഠിക്കും. ഇപ്പൊ മഠം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അങ്ങനത്തെ സ്കൂളുകളിൽ നമ്മൾ വിടുമ്പോൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നല്ല ഡിസിപ്ലിൻ ആയിരിക്കും. ചിലപ്പോൾ ഭക്ഷണം എന്റെ ഒരു എക്സ്പീരിയൻസ് അറിയണ്ട. മോള് ഞങ്ങള് സാധാരണ എല്ലാവരും ഭക്ഷണം കൊടുക്കും, എല്ലാവർക്കും അങ്ങനെ കൊടുക്കുമായിരുന്നു. മുമ്പ് ഈ ശീലം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുമ്പ് അവള് പ്രാർത്ഥിക്കുന്ന ആ ശീലം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് തിരുന്നാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താ? അപ്പൊ അവള് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നേക്കാളും മുമ്പ് എന്ത് ചെയ്യുന്നത്? പ്രേ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അവര് അത് പ്രാക്ടീസ് ചെയ്യണ്ടല്ല. ആ ദിവസവും ഭക്ഷണം കഴിക്കുന്നേക്കാളും മുമ്പ് അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാ ആ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കൂള് അല്ലെങ്കിൽ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പോയി കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടെസ്റ്റിലുള്ള കാര്യം പഠിച്ചിട്ടല്ല സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? നമ്മൾ നല്ലൊരു സോഷ്യൽ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു പൗരനും ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് വന്നത്. നമ്മൾ ഇനി ആ സ്കൂൾ വിട്ട് പോരുമ്പോൾ നമ്മളൊരു നല്ല വ്യക്തിയായിരിക്കും. ആ ഒരു ഉദ്ദേശത്തോട് കൂടി ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഗേജ് ചെയ്യുന്നു. അതേപോലെ സ്പോർട്സ് അങ്ങനത്തെ കരിക്കുലർ ആക്ടിവിറ്റീസും നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? അത് കുറച്ചും കൂടി പിള്ളേർക്ക് കുറച്ചും കൂടി എന്താണ് ക്യാച്ച് ചെയ്യാനായിട്ട് നല്ലതാണ്. അതേപോലെ അവിടുത്തെ സ്റ്റാഫുകളുടെ എന്താ പറയാ മെമ്പേഴ്സിന്റെ ഒക്കെ റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവള് മഠത്തിലാണ് പഠിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. സിസ്റ്റേഴ്സ് ആണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്. അപ്പൊ അവര് പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് ക്ലാസ്. എന്നാൽ അവിടുത്തെ ആയമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അവരുടെ മക്കളെ പോലെ തന്നെ നമ്മുടെ കുട്ടികളെയും കാണണം. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. അവർ റെസ്പെക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു ഇതല്ല, നല്ലൊരു റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ് കൊച്ചുങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ചേച്ചിനെയും കാണുന്നത്.
അതേപോലെ തന്നെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓവറോൾ കൺട്രോളും പിന്നെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണെന്ന് വിചാരിക്കാം, നമ്മൾ ആ ടീച്ചർ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ എന്ത് ചെയ്യേണ്ട ടീച്ചേഴ്സ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആവട്ടെ, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, സ്കൂളുകളായിരിക്കും. അവിടുത്തെ സ്ട്രിക്ട്നെസ് ഉള്ള സ്കൂളാണെങ്കിൽ നമ്മൾ അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. പഞ്ച്വൽ ആയിട്ട് വരണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ പിന്നെ സ്കൂളുകളിൽ പഞ്ച്വാലിറ്റി പഠിപ്പിക്കുന്ന എന്തിനാണ്, ഇന്ന സമയത്ത് ക്ലാസ്സിൽ ബെല്ലടിക്കുന്നു പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ടൈമിൽ നമ്മൾ ആ സ്കൂളിൽ എത്തണം. അത് ആ പഞ്ച്വാലിറ്റി അപ്പം മുതൽ നമ്മൾ ശീലിച്ചു പോവുകയാണ്. പിന്നെ വർക്ക് സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഒരു ഫംഗ്ഷനോ നമ്മൾ എന്താവില്ല, ലേറ്റ് ആവില്ല. ചെറുപ്പം മുതലേ നമ്മൾ പഞ്ച്വാലിറ്റി ശീലിക്കുന്നത്. എന്താണ് ഈ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് സോഷ്യൽ അറ്റ്മോസ്ഫിയർ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ, എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയാട്ടോ. ആരാ പറയണത്? ഞാൻ പറയട്ടെ. പ്രിയ. പ്രിയ പറഞ്ഞോടാ. മാം, എന്റെ മോൾ ഇതുപോലെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. LKG പഠിച്ചത്. LKG പഠിച്ചപ്പോ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാർ ഇങ്ങനെ രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മിസ് പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിപ്പിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. തന്നെയല്ല, അവരെ ഇങ്ങനെ വചനം പഠിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസവും 2ഉം 3ഉം ഞങ്ങളെ ബൈബിൾ വചനങ്ങള് പിള്ളേരെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും, മിസ് ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മള് സന്ധ്യാപ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി തന്നെ വചനം പറയുകയും ചെയ്യുമായിരുന്നു. നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ മോൾ പഠിക്കുന്നത് മിക്സഡ് ആണ്, എല്ലാവരും ഉണ്ട്, എല്ലാ ഇതായതുകൊണ്ട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അത് കാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ സിസ്റ്റേഴ്സ് ഒക്കെ ആണ്. അപ്പൊ അതൊരു നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവർ നിങ്ങൾ ഏത് ഗോഡിനെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിനെ പ്രാർത്ഥിക്കണമെന്ന് അവള് പറയുന്നത്. ഓക്കെ, അതെ, ഇത് മിക്സ്ഡ് ആണ്. നമ്മളെക്കാട്ടി കൂടുതൽ എല്ലാ ഇതും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. അവരെ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചതാ. അപ്പൊ എല്ലാ പിള്ളേരും, അപ്പൊ അവരുടെ പേരൻസിനാണെങ്കിലും അതിനകത്ത് ബുദ്ധിമുട്ടില്ല. പിള്ളേര് പ്രാർത്ഥിക്കുന്ന, അവരിപ്പോ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ പ്രാർത്ഥനയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാണ്. കാരണം നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അതിന് താങ്ക്സ് പറയണത്, നമുക്കത് ഭക്ഷണം നമുക്കറിയാലോ എത്ര പേർക്ക് ഈ ഭക്ഷണം ഒന്നും കിട്ടണില്ല എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരെ കൊണ്ട് പ്രേ ചെയ്യിപ്പിക്കാം. നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ അന്നം കിട്ടണമെന്ന് അവരോട് പറഞ്ഞ് പ്രേ ചെയ്യിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ പേരിൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അതിനവർക്ക് റെസ്പെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന് തുല്യമാണ് ഈ ഭക്ഷണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർ അതിനെ റെസ്പെക്ട് ചെയ്യും. ആ പ്രാർത്ഥന കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് സനിത അല്ലെ? ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. ഷെയറിംഗ് മെന്റാലിറ്റി കൂടും. ഷെയറിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പോക്കിൻസ് വാങ്ങിക്കോളൂ. നമ്മുടെ കയ്യിൽ ആകെ 2 രൂപ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 മിഠായിയല്ല വാങ്ങിക്കേണ്ട ചെയ്യാ. ഞാനൊക്കെ കഴിഞ്ഞിട്ടാ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പോക്കിൻസ് വാങ്ങിക്കും. അപ്പൊ ഞങ്ങൾ 8 പേരുണ്ടെങ്കിൽ 8 പേർക്കും അത് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ കൂടുതൽ പേരുണ്ടെങ്കിൽ 4 രൂപയ്ക്ക് പോക്കിൻസ് വാങ്ങിക്കും. അപ്പൊ എന്താണ്, എല്ലാവർക്കും മിഠായി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ കുഞ്ഞിലെ നമ്മൾ അങ്ങനെ ശീലിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേട്ടാ പോക്കിൻസിന്റെ കാര്യം. അപ്പൊ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. അതേപോലെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കറിയൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അതേപോലെ എല്ലാ കാര്യങ്ങളും അവരുടെ പെൻസിൽ പേനയൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതും നല്ലതാണ്. ആ ഒരു മെന്റാലിറ്റി അവർക്ക് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏത് ഹെൽപ്പ് ചെയ്യും, സ്കൂളുകൾ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ക്യാരക്ടർ ഹെൽപ്പ് മെന്റാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാൽ പോലും നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട തലമുറ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് നല്ല ഷെയറിംഗ് അല്ലെങ്കിൽ കെയറിംഗ് മെന്റാലിറ്റി. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കെയർ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു സാഹചര്യത്തിൽ എന്താണോ എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മളുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് ഇനി വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. ചെറുപ്പത്തിലേ ഇങ്ങനെ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് വലുതാവുമ്പോ ഇതേപോലത്തെ ശീലങ്ങളിലേക്ക് മാറും. നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് എന്ത്, ഷെയറിംഗ് മെന്റാലിറ്റി കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതേപോലെ കെയറിങ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യുന്ന രീതി, അതെല്ലാനും നമ്മളുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ,
ക്ലീൻ ആയിട്ട് ഇടാനായിട്ട് അവരിയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറയില്ലേ, പേപ്പർ ഒന്നും താഴെ ഇടരുത്, പിന്നെ ഫുഡ് കഴിച്ചാൽ ആ സ്ഥലം ക്ലീൻ ചെയ്തിടണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും പിള്ളേർ അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ അവരുടെ സ്കൂളിൽ ചൊല്ലുന്നതാന്ന് തോന്നുന്നു, ഈ ആഹാരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഒരു കാര്യം വേണം. അത് കഴിഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കുക. പിന്നെ അവര് ഇങ്ങനെ ചുറ്റുപാടൊന്നും ക്ലീൻ അല്ലാതെ ഇടില്ല. ഭക്ഷണം കഴിച്ചാൽ ഓരോ ചോറും പറ്റി പെറുക്കി തിരിച്ച് പാത്രത്തിലിട്ട് അത് അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. അമ്മയ്ക്ക് അതൊരു ഹെൽപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ഒഴിച്ച് അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നം തോന്നുന്നുണ്ടാണ്. ക്ലിയർ കട്ടായി കുഴപ്പമില്ല. എന്താ പറഞ്ഞത് നമ്മള് എന്താണ് ക്ലീൻ ആയിട്ടിരിക്കണം. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആക്കി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും എന്താണ് റൈസ് ചോറും മറ്റൊന്നും അങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാതെ വെക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് ടേബിളിൽ വെക്കാതിരിക്കുക. ഒന്നല്ലെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള പ്ലേറ്റുകൾ ഉണ്ടാവും, അതിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പാത്രത്തിന്റെ സൈഡിൽ തന്നെ വെച്ച് ശീലിപ്പിക്കുക. അതേപോലെ ഞാൻ പഠിച്ചത് മഠത്തിലാണ്, ഒരു എന്താ പറയാ സിസ്റ്റേഴ്സ് നടത്തുന്ന മഠത്തിൽ, അവിടെ തന്നെ മക്കളും പഠിക്കുന്നത്. അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നിലത്തിടാൻ പാടില്ല. ഈ സിസ്റ്റർ വടിയായിട്ട് നിൽക്കും, ഹെഡ് മാസ്റ്റർ ആണ്. വിദ്യാർത്ഥി വടിയായിട്ട് നിൽക്കും. ഞങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് ഫ്രീ ആയിരുന്നു. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ചുറ്റും കളയാനും പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ ഒരു പത്ത് ബാലൻസും പാടില്ല. കൊടുക്കുന്ന ഭക്ഷണം ഫുള്ളും കഴിക്കണം, നിർബന്ധമാണ്. വേസ്റ്റ് ചെയ്യാനേ പാടില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ അതേ ശീലമാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ള ഇങ്ങനെ പുറത്തേക്കാവില്ല, പാത്രത്തിന് പുറത്തേക്ക് വീഴൂല. അതേപോലെ തന്നെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും എടുത്ത് മാറ്റി വെക്കൂല. മിക്കവരും ടേബിൾ മാനേഴ്സ് കുറച്ച് ഫോളോ ചെയ്യാത്തവരാണ്. എന്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവർ വേറൊരു രീതിയിൽ വളർന്നു വന്നുകൊണ്ട് അവർ ടേബിളിൽ തന്നെ വേസ്റ്റ് എടുത്ത് വെക്കുന്നത്. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറയും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മുടെ ചോറും പാത്രത്തിന്റെ ആ സൈഡിൽ തന്നെ വെക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ പാത്രത്തിന്റെ സൈഡിൽ തന്നെ വെക്കണം. അതുകൊണ്ടൊന്ന് വേസ്റ്റ് ബില്ലായിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അത് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ ശീലിച്ചു വന്നതും അതേപോലെ നമ്മൾ ഓരോ ഫാമിലി ശീലിച്ചൊന്ന് ശീലവും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന പാത്രത്തിൽ ഒരു പറ്റ ചുറ്റും വീഴുക, ആ ഒരു ശീലമുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണം ഞാൻ ഫുൾ ഭക്ഷണവും ഞാൻ കഴിക്കും, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതില്ലാണ്ട് കഴിക്കും. ചെറുപ്പം മുതലേ ശീലിച്ചെന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഈ ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച നേരത്ത് വീണെന്ന് വിചാരിക്കും, അത് നമുക്കൊന്നും കളയുമല്ലോ. നോക്കിയിട്ട് പറയും നീ ഭക്ഷണം ഇത്രയും വേസ്റ്റ് ചെയ്തല്ലെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് അടി തരും. അപ്പൊ ആ ഒരു പേടിയോട് അടിക്കുന്നു പറഞ്ഞ് പേടിപ്പിക്കുള്ളൂ കേട്ടോ, അടിക്കൊന്നുമില്ല. മിസ്സേ ക്ലിയർ ആയിരുന്നില്ല മിസ്സേ. ഇനി പറയണൊന്നും ക്ലിയർ അല്ലേ? റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പ്രശ്നമുണ്ട് തോന്നുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മിസ്. എന്താണ്? ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു മിസ്. അത് മിസ് സംസാരിക്കുന്ന ഒന്നും കിട്ടണില്ല, ഇങ്ങനെ കട്ടായിട്ടാ കിട്ടണ്ടേ. എനിക്ക് തോന്നുന്നു മോന്റെ പ്രശ്നമായിരിക്കും ചിലപ്പോ. റേഞ്ച് ഉള്ളടത്തേക്കൊന്ന് മാറിയിരിക്കണം നല്ലതായിരിക്കും കേട്ടോ. കട്ട് ചെയ്തൊന്ന് കേറി നോക്കട്ടെ. മാം ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. എന്നാ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാലോ? ഞാൻ വീഡിയോ എടുത്ത് വെക്കാം, സ്റ്റാറ്റസ് ഇടാലോ? ഓക്കെ മാം. ഓക്കെ മിസ്. സ്റ്റാർട്ട് ചെയ്യാലോ? ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Happy Teachers Day. താങ്ക് യു. Happy Teachers Day, ma'am. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാം. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. Happy Teachers Day, ma'am. താങ്ക് യു. Happy Teachers Day, ma'am. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. ഓക്കെ, നമ്മള് ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്ന മൂമെന്റ് ആണ് കേട്ടോ. നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് വരുമ്പോ നിങ്ങളുടെ കുട്ടികളെ വിഷ് ചെയ്യൂലേ, അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് ആണ്. നിങ്ങൾ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇതേപോലെ നിങ്ങളെ ടീച്ചേഴ്സിലേക്ക് നിങ്ങളെ കുട്ടികൾ വിഷ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടാ. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മളെ കുഞ്ഞു പിള്ളേരായിട്ടാണ് നിങ്ങൾ, അപ്പൊ അവര് വിഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ.
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ കൂടുതലായിട്ട് എവിടെയാണുള്ളത്, അവരുടെ സ്കൂളിലായിരിക്കും അവർ കൂടുതൽ സമയം എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണത്. അപ്പൊ അവിടുത്തെ അവരുടെ ഫ്രണ്ട്സ്, അതേപോലെ ടീച്ചേഴ്സ്, അവരെവിടെയാണോ പഠിക്കുന്നത് ആ ഒരു സ്കൂളിന്റെ ഒക്കെ കാര്യങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്താ പറയാ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇനിയിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും നമ്മൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോരുത്തർ പറഞ്ഞോട്ടാ. മാം ഈ പിന്നെ ഏകാകൃതി ഉണ്ടാവില്ലേ, റെസ്പോൺസിബിലിറ്റി, അതൊക്കെ യോഗ ചെയ്യുന്നതിലൂടെ ഓരോ കുട്ടികൾക്ക് വരുന്നുണ്ട്. മെന്റൽ സ്ട്രെങ്ത് അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മിസ്സേ, ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ 1 2 പഠിപ്പിച്ച ഒരു സിസ്റ്റർ ആട്ടോ. ഇപ്പൊ മടംവാക്ക സ്കൂളാ, എല്ലാവരും ഉണ്ട്, മിക്സഡ് ആയിട്ടുള്ള എല്ലാ പിള്ളേരും. എന്നിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കുറെ ബ്രേക്ക് ഉണ്ടല്ലോ നമുക്ക്, ബ്രേക്ക് ടൈം. ആ ടൈമിൽ മിസ് ഞങ്ങളെല്ലാരും കൂടെ പള്ളിയിൽ കൊണ്ടുപോകും. പള്ളി കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ കുറച്ച് പേര് പറയും ഞങ്ങൾ അമ്പലത്തിലെ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിലെ പോകണം, അങ്ങനെയൊക്കെ പറയും. അന്നേരം പറഞ്ഞു എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എന്താ പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തിനെയോ ഈശ്വരനെയോ കൃഷ്ണനെയോ അള്ളാഹുവിനെയോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ചാൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവമല്ല ഒന്നാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാറുന്നു. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും പഠിച്ചത് സിസ്റ്റേഴ്സ് നടക്കുന്ന സ്കൂളാണ്, പള്ളി സ്കൂളിലാണ് ഞാനും പഠിച്ചത്. ഞങ്ങൾക്കും ഉച്ചയ്ക്ക് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും എനിക്ക് അമ്പലത്തിൽ പോകുന്നത് ഞാൻ ഇഷ്ടമാണ്. എന്നാലും എനിക്ക് കൂടുതൽ ഞാൻ ആ ചെറുപ്പം മുതൽ ശീലിച്ച ശീലം എന്ന് പറഞ്ഞാല് പള്ളിയിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു വേഗം പള്ളിയിൽ ചെല്ല പ്രാർത്ഥിക്കുക, ആ ഒരു ഫീല് വേറെ ഒന്നാണ്. അപ്പം ആ ഒരു ശീലം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കൂടുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതൊക്കെ എന്താണ് നല്ല കാര്യമാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്നല്ല, നമുക്ക് പ്രാർത്ഥിക്കാന്നുള്ള ഒരു ശീലം, അല്ലെങ്കിൽ ദൈവത്തിനെ റെസ്പെക്ട് ചെയ്യണം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ നന്ദി പറയാന്നുള്ളത് എന്താണ്, നല്ലൊരു ശീലമാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സിന്റെ ക്യാരക്ടറെ ഹെൽപ്പ് ചെയ്യും അല്ലെ, എങ്ങനെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മാത്സ് ടീച്ചേഴ്സിനെ നമുക്ക് മിക്കവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? പേടിയാണ്. മാത്സ് ടീച്ചറുടെ ക്ലാസ് നമുക്ക് പേടിയാണ്. കാരണം മാത്സിനോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ടീച്ചറിനോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടായിരിക്കില്ല. ഇതിന്റെ വിഷയം എങ്ങനെയാണ്, കുറച്ച് ടഫാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് മാത്സ് ടീച്ചർ വരരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിലേക്കൊക്കെ പോണത്. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിത് വേറെ ഒന്നും എടുക്കണില്ല, നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഇന്ന് അത്ര എടുക്കണുള്ളൂ. ഓരോരുത്തരും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്കും ഇന്നത്തെ ദിവസവും ഏകദേശം സെയിം ആയിട്ടല്ലേ വന്നത്. നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞ ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനും പറയാം, അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ അങ്ങനെ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട്, അപ്പൊ അവരെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എന്താന്ന്? മനസ്സിലായി മിസ്സേ. നിങ്ങളുടെ ഞാൻ പറയുന്നത് കേൾക്കാവോ? നീന് പറയണ കേൾക്കാം, പറഞ്ഞോടാ. ഞാൻ മ്യൂട്ട് ചെയ്യാട്ടോ. മിസ്സേ, എന്നെ കോളേജിൽ പഠിപ്പിച്ചൊരു മിസ് ഉണ്ട്, രാമലക്ഷ്മി മിസ് എന്നാ പേര്, രാമലക്ഷ്മി എന്നാ പേര്. ഒരു തമിഴ് ചൊവ്വയോട് കൂടിയായിരിക്കും ആള് സംസാരിക്കുക. എല്ലാരെയും കണ്ണാന്നാ വിളിക്കുക. ആള് എല്ലാ പിള്ളേരെയും ഒരേപോലെ കരുതുന്ന. ഞങ്ങളുടെ കോളേജ് ഓൺലി സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമായിരുന്നു. കോളേജ് ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ മിസ്സിന്റെ ക്ലാസ്സിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ മലയാളത്തിൽ സംസാരിക്കാനായിട്ട് ഒരു ഓപ്ഷൻ തരുമായിരുന്നു. കാരണം ബാക്കി എല്ലായിടത്തും ഭയങ്കര എന്താ പറയാ ഫൈന് അങ്ങനെയൊക്കെയാണ്. പക്ഷെ മിസ് മാത്രം നമുക്ക് മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു ഫ്രീഡം തരും. മിസ്സിന് എല്ലാ പിള്ളേരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നാമത്തെ കാര്യം മിസ്സിന് പിള്ളേരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി നമ്മളെ ഓവറായിട്ട് അങ്ങോട്ട് സ്നേഹിച്ച് വല്ലാണ്ടാക്കും. അന്ന് പക്ഷെ മിസ് ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് മിസ് മരിച്ചുപോയി. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നവരും എല്ലാവരും ഭയങ്കരമായിട്ട് കരയും ഒക്കെ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ 1 തൊട്ട് ഡിഗ്രി വരെ പഠിച്ച ടൈമിൽ വെച്ചിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മിസ് എന്ന് പറഞ്ഞ ആള് തന്നെയായിരിക്കും. ഒരു കുട്ടി ഇപ്പൊ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കൊച്ചിനെക്കാട്ടിലും
കുറച്ച് വീക്ക് ആയിട്ടുള്ള കൊച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ മേടിച്ച ആ കുട്ടിക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും. പക്ഷെ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് കൊടുക്കുന്നേക്കാൾ കൂടുതൽ അങ്ങനെ ഒരു എന്താ പറയാ, പഠിക്കാത്ത കുട്ടികളെയും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ആ മിസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ എല്ലാവർക്കും പറയാൻ അവസരം വേണമല്ലോ. അത്രയ്ക്ക് മറക്കാൻ പറ്റാത്തൊരു ടീച്ചറായിരുന്നു അത്. പക്ഷെ ആള് ഞങ്ങളെ വിട്ടിട്ട് പോയി. ഇനി ആരാ പറയുന്നത്? ഞാൻ വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് കൂടുതലും ടീച്ചർമാർ, സാർമാർ, ആ ഒരു കമ്പനി എനിക്ക് കൂടുതലും ഉള്ളത്. ഇപ്പൊ 1ാം ക്ലാസ് പോലും പഠിപ്പിച്ച ടീച്ചർമാരാണെങ്കിലും ഇടയ്ക്ക് വിളിക്കും, വർത്താനം പറ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അതായത് ടീച്ചേഴ്സ് ഡേ ആയിട്ട് എല്ലാവരും മെസ്സേജ് അയച്ച് വിഷൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിസ് എന്ന് പറഞ്ഞപ്പോ +1 +2 സോളജി പഠിപ്പിച്ച മിസ്സാ സജ്ന എന്ന് പറഞ്ഞ മിസ്. എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ടീച്ചർ എന്നാലും ഉപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്റെ. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാം, ഓപ്പൺ അപ്പ് ആയിട്ട് പറയാം. നമ്മളിലേക്ക് ഇറങ്ങി നമ്മുടെ ഒരു ഇതില് നിൽക്കുന്ന ഒരു മിസ്സായിരുന്നു അത്. എന്നാൽ ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും വരും, എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ, ക്ലാസ്സിലെ കാര്യമായാലും ടീച്ചർ സ്റ്റാഫ് റൂമിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞ് ഇപ്പൊ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ പറയുമോ ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട, സജ്നേനെ മാത്രം മതി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിനെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം. ക്ലാസ് എടുക്കുമ്പോൾ മാത്രം അത് ടീച്ചറായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടായിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ കൂടും, കളിക്കാനൊക്കെ ഞങ്ങളുടെ കൂടെ, എല്ലാ ഇതിനും ഞങ്ങളുടെ കൂടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഇപ്പൊ സ്റ്റാഫ് റൂമിൽ എന്തെങ്കിലും കാര്യം നമ്മളിപ്പോ സോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഈ മിസ്സിനെ വിളിച്ച് പറയും, മിസ്സേ ഇങ്ങനെ ഒരു PT കിട്ടിയേ കൊള്ളാമെന്നുണ്ട്. മിസ്സ് നമ്മുടെ കൂടെ എന്തിനും കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് മിസ്സിനെ. ഇനി അടുത്ത ആള്. മിസ് ഇതേപോലെ തന്നെ എന്നെ 10ൽ പഠിപ്പിച്ച മിസ് റുക്കുമാബായി എന്നാണ് മിസ്സിന്റെ പേര്. എല്ലാവർക്കും പേടിയാണ്, ഹിന്ദി മിസ്സാണ്, എല്ലാവർക്കും പേടിയാളെ. ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാ വർക്കുകളും അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും, ഭയങ്കര സ്ട്രിക്റ്റാ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ വിഷയം. ഇപ്പോഴും എനിക്ക് ആ പഠിച്ചത് ഏതാണ്ടൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാ പഠിപ്പിച്ചത്. ഇനി അടുത്തത് മിസ്സേ, പറഞ്ഞോടാ. എനിക്ക് എഴുത്തുന്ന ഒരു മാത്സ് എടുത്ത സാറാ. പക്ഷെ എനിക്ക് മാത്സ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്, പേടിയാണ്. പക്ഷെ സാറിന് എന്നെ വലിയ കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറിന് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി പൊട്ടത്തരൊക്കെ എഴുതി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ സാറിനും എന്നെ ഇഷ്ടമാണ്, എനിക്ക് സാർ എപ്പോഴും നോക്കിയാലും എന്നെ അടിക്കാനായിട്ടുള്ള ഇതിനു വേണ്ടി സാർ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അല്ലെ എന്ത് ചെയ്തെന്നാ എന്റേത് മാത്രം നോക്കാൻ വരും. ഭയങ്കര ഒരു വെപ്രാളം പിടിച്ച പോലത്തെ ഒരു സാറായിരുന്നു. പക്ഷെ എന്നെ എടുത്തു, ഞാൻ ചെറുതായിരുന്നു, ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ട് സൈഡിലായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും മുങ്ങി ബാക്കിലേക്ക് പോകാൻ നോക്കും. അപ്പൊ സാറ് മേലെ തൂക്കി പിടിച്ചു കൊണ്ടുവന്ന് മുമ്പ് കൊണ്ട് ഇരുത്തും. അപ്പൊ അങ്ങനെ നല്ലൊരു സാറായിരുന്നു. അപ്പൊ സാർ എപ്പോഴും എന്നോട് ചോദ്യം ചോദിക്കും, എന്നോട് കണക്ക് തന്നിട്ട് ചെയ്യാൻ പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാർ എടുക്കുന്നതും അതിന് സാറിന്റെ അടുത്ത് വഴക്ക് കിട്ടാനായിട്ടുള്ള കളിയൊക്കെ കളിച്ചു. അത് നല്ലൊരു രസമായിരുന്നു സാറിന്. ജയദേവൻ സാറിന്റെ പേര്. സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പക്ഷെ ഞങ്ങൾ ക്ലാസ്സിലെത്തി എപ്പോഴും എന്നെ വഴക്ക് പറയും, ഒക്കെ ചെയ്യുമെങ്കിലും ബോർഡ് മില്ലിൽ കൊണ്ടുപോയി ചെയ്യും, പാവാട പിടിച്ച് തല്ലും, ഒക്കെ ചെയ്യൂ. പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിന്റെ ക്ലാസ്. സാറിനും അതുപോലെ തന്നെയായിരുന്നു. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു പപ്പ സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന സാറായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോ സാർ ഇങ്ങനെ ഇതേപോലെ പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സാറിനോട് എന്തെങ്കിലും ഒരു കാര്യം കല്യാണത്തിനൊക്കെ, ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ വിളിച്ചാൽ വരും. കുട്ടികളുടെ കല്യാണത്തിന് വിളിച്ചാൽ സാറ് പോവില്ല. പക്ഷെ ഞാൻ വിളിച്ചാല് ഞാൻ പറയും, സാറേ ഇങ്ങനെ ചേച്ചിയുടെ കല്യാണം ഉണ്ട് വരണം എന്ന് പറഞ്ഞാൽ സാറ് പറയും ആ വരാന്ന് പറയും. ആരോട് പറയണ്ടെന്നൊക്കെ പറയും. പക്ഷെ നല്ലൊരു ഇതായിരുന്നു. സാറിപ്പോ ഇല്ല, സാറ് മരിച്ചുപോയി. അന്ന് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ. എല്ലാരും എന്നെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. നല്ല സാറായിരുന്നു രണ്ടുപേരും, പപ്പൻ സാറും ജയദേവൻ സാറും. നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ വിട്ടു പോവാന്ന് പറയുന്നത് എനിക്കും വിഷമമാണ്. പറഞ്ഞോട്ടെ, ഞാൻ ആരാ പറയണത്? ഞാൻ പറയട്ടെ. സോഫി പറഞ്ഞോടാ. എനിക്കും എന്റെ ജീവിതത്തിൽ മാറ്റം വന്ന 2 ടീച്ചർമാരാണ്. ഞാൻ 8ാം ക്ലാസ് ആയപ്പോൾ പഠിത്തം നിർത്തിയതാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങനെ പഠിത്തം നിർത്തിയാണ്.
അത് പിന്നെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പഠിക്കണത്. അതൊരു എന്താണ് എൻ്റെ മോളുടെ ക്ലാസ്സിൽ ഇതേപോലെ അവളെ പഠിപ്പിക്കണ സ്കൂളിലെ ടീച്ചർ അവിടെ ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെന്ന് ആ ടീച്ചറിന്റെ ഇതിലാണ് ഞാൻ ഡാൻസ് അവിടെ എല്ലാ പിള്ളേരെയും പഠിപ്പിച്ച് ഞാൻ അങ്ങനെ ഓക്കെ ആയി. എന്താണ് ഡാൻസ് ടീച്ചർ എന്നുള്ള ഇതിൽ എനിക്ക് ഇപ്പൊ ഒരു പേര് വന്നിട്ട് ആ ടീച്ചറാണ്. ആ ടീച്ചർ കാരണമാണ് ഞാനിപ്പോ 10 അങ്ങനെ എഴുതി പാസ്സായി. പിന്നെ +2 അങ്ങനെ ഈ ടീച്ചർ കാരണമാണ് ഞാൻ 10ഉം +2 ഒക്കെ പഠിച്ചത്. ഇപ്പൊ ടീച്ചർ ആകണം എന്ന് മോണ്ടിസോറി ചെയ്യാൻ കാരണം എൻ്റെ ഒരു രാജശ്രീ ടീച്ചർ ഉണ്ട്. ടീച്ചറാണ് പറഞ്ഞത് എന്താണ് സോഫി എന്തായാലും ടീച്ചർ ആവണം. അപ്പൊ ഏജ് കഴിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇതിൽ പഠിക്കാൻ പറ്റാണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ ആ ടീച്ചർ കാരണമാണ് ഞാൻ ഈ മോണ്ടിസോറിയം തെരഞ്ഞെടുത്തേക്കുന്നത്. എനിക്ക് ടീച്ചർ ആവണം എന്നുള്ളൊരു ഇത് വന്നത്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാട്ടോ. ഞാൻ എന്റെ ടീച്ചറിനെ കണ്ടിട്ടാണ് ടീച്ചർ ആവണമെന്ന് വിചാരിച്ചിട്ട്. എന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ +2 അക്കൗണ്ടൻസ് പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പോകുമ്പോ ഭയങ്കര പാവം തൊട്ടാവാടിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരയും. പെട്ടെന്ന് ഫീൽ ആവും. ഒത്തിരി ബോൾഡ് ഒന്നും അല്ലാത്തൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് വിഷമം വരും. ആ വിഷമം മുഖത്ത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തിട്ട് അപ്പൊ പെട്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. വിഷമം വന്നാൽ കരയൊക്കെ ചെയ്യും. പുള്ളിക്കാരത്തിന് എടുത്ത് 2 കൊല്ലം നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത്. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല പിച്ചാണ് കിട്ടുക. പേടിച്ചിട്ട് നന്നായിട്ട് പഠിച്ചു. നല്ല മാർക്കോടെ +2 പാസ്സായി. ഇപ്പോഴും ഞാൻ ആ മിസ്സും തമ്മിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1 വർഷത്തോളം. എന്റെ മിസ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വാല മിസ് എന്നാണ് പേര്. ജ്വാല മിസ്സിന് വളരെ സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സിന്റെ ഒപ്പം തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മിസ്സിനും എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരു ഭയങ്കര ബോണ്ടാണ് ഞങ്ങൾ തമ്മില്. പക്ഷെ ഞങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശത്രുക്കളാണ്. എന്ന് വെച്ചാല് എപ്പോഴും എനിക്ക് പണി തരാനുള്ള പ്ലാനാണ് പുള്ളിക്കാരത്തി. സാധാരണ ഇപ്പൊ ഒരു പിള്ളേർക്ക് 5 പ്രോബ്ലമോ അല്ലെങ്കിൽ 2 പ്രോബ്ലം കൊടുക്കുന്നുണ്ട്. എനിക്ക് 5 പ്രോബ്ലം തരും. ഞാൻ 5 പ്രോബ്ലം ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര എന്നാ അത്ര കമ്പനി ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നല്ല. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ജ്വാല മിസ് ആണ്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ആവണം, അല്ലെങ്കിൽ ജ്വാല മിസ്സിനെ പോലെ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ ഒരു +1 കഴിഞ്ഞിട്ട് +1 തന്നെ ഞാൻ സെറ്റ് ചെയ്തു. എന്റെയൊക്കെ കരിയർ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ആണ്. എനിക്ക് മിസ്സിനെ പോലെ ആയാൽ മതി. മിസ് ആവണം, അക്കൗണ്ടൻസി ടീച്ചർ ആവണം. പക്ഷെ കുറച്ചൊക്കെ മാറ്റം വന്നെങ്കിലും എന്നാലും ഞാൻ എന്റെ ഒരു ഇതില് എന്താ പറയാ ടീച്ചർ തന്നെ ആയിട്ടുണ്ട്. ടീച്ചറിന്റെ ആ ഒരു സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്കും എന്താ ചെയ്യാൻ പറ്റി, ടീച്ചർ ആവാനായിട്ട് പറ്റി. നിങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അത്രയും എന്താ പറയുക സന്തോഷത്തോടെ ഞാൻ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഇല്ലേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. നമ്മ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്യണമെങ്കിൽ നമുക്കത് വളരെയധികം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളെല്ലാവരും നല്ല ടീച്ചേഴ്സ് ആവണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് പറഞ്ഞോ ഓരോരുത്തരേട്ടാ. മാം ഷഫ്രിനാണ്. ഷഫ്രിൻ പറഞ്ഞോടാ. എനിക്ക് 2 ടീച്ചേഴ്സാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കണ ആളുകൾ. ഇപ്പോഴും ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ 2 ടീച്ചേഴ്സാണ്. വനജ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി എടുത്തിരുന്ന ടീച്ചറും തങ്കം എന്ന് പറഞ്ഞിട്ട് മലയാളം എടുത്തിരുന്ന ടീച്ചറും. 2 ലാംഗ്വേജിനോടും നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം വന്നത് ആ ടീച്ചേഴ്സ് കാരണമാണ്. ഇന്ന് അതിലുള്ള അത് പഠിക്കാനും അല്ലെങ്കിൽ ബുക്സ് വായിക്കാനും ഒക്കെ അവരാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്. ടീച്ചർ ഒരു ടീച്ചർ എങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ നമുക്ക് കറ തീർത്ത് ടീച്ചർ എന്ന് വിളിക്കാം എന്ന് അവരാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ശരിക്കും ടീച്ചർ, ഹിന്ദി ടീച്ചറൊക്കെ സെക്കൻഡ് മദറാണെന്ന് പറയും. എൻ്റെ ഉമ്മോട് പറയും, ഞാനുണ്ടല്ലോ, അവൾക്ക് അമ്മയായിട്ട് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ മനസ്സിൽ നിന്ന് പോവാത്ത കുറെ മൊമെന്റ്സ് ആണ് അത്. ഞാൻ ഇപ്പോഴും വിളിക്കും അവർ 2 പേരെയും. അവരോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് വേറെ ടീച്ചേഴ്സ് ഇങ്ങനെ കുശുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും വിളിക്കൂലല്ലോ നീ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾക്ക് അവരോട് വേറെ ടീച്ചേഴ്സിനോട് ഇഷ്ടമില്ലാണ്ടല്ല, പക്ഷെ ഇവരോട് എന്തോ ഇമോഷണലി ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സ് ഡേക്ക് മെസ്സേജ് അയച്ചപ്പോ ടീച്ചർ, ഞാൻ ആ വോയിസ് ഇപ്പൊ കേട്ടല്ലോ, ടീച്ചർ പറഞ്ഞു നിന്നെ ഒരിക്കലും മറക്കൂല, നിന്നെ എപ്പോഴും എന്റെ മൈൻഡിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഭയങ്കര നമ്മളിപ്പോ നമ്മള് ടീച്ചറായെന്നല്ല, ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമ്പോ അപ്പൊ ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് അന്ന് എന്നോട് എന്റെ ടീച്ചേഴ്സ് എങ്ങനെ പെരുമാറിയോ
അത് ഫോളോ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. അതുപോലെ ഒരു ടീച്ചർ ആവാനാണ് ഞാൻ ട്രൈ ചെയ്യാറ്. ഇനി അടുത്താരാ പറയണത്? ഫർസാന. ആരാ പറയണേ ഇനി ടീച്ചേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്? ടീച്ചർ ഞാൻ പറയാം. എൻ്റെ പേര് സജന. പറഞ്ഞോടാ. എൻ്റെ ടീച്ചർ 7th 8th 9th ഒരേ ടീച്ചറായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു. ലിസി കേസി എന്നായിരുന്നു പേര്. ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സ്. ഞങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഡൗൺ ആണെങ്കിൽ, ആള് സബ്ജക്റ്റ് ഇംഗ്ലീഷ് എടുക്കുക, ഏതെങ്കിലും ഡൗൺ ആണെങ്കിലും അതിന്റെ ഏറ്റവും ബെറ്റർ ആയ കുട്ടിനെ കണ്ടുപിടിച്ച് ആ കുട്ടിനെ കൊണ്ട് ഞങ്ങൾക്ക് ഡൗൺ ആയ സബ്ജക്റ്റ് ക്ലാസ് എടുപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നു. 10th SSLC ഒക്കെ എഴുതുമ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. വേറെ ഏത് ടീച്ചേഴ്സും ഞങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫാമിലി ആണെങ്കിലും ഞങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് വന്നാലും ഞങ്ങൾക്ക് ടീച്ചറിനോട് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ എനിക്ക് കല്യാണം 10th കഴിഞ്ഞു. അതുകൊണ്ട് ടീച്ചറെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. കല്യാണം ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിരുന്നു. TV-യിലൊക്കെ വന്നു, മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നിട്ട് ചൈൽഡ് മാരേജ്, അങ്ങനെ ടീച്ചർക്ക് സസ്പെൻഷൻ ഒക്കെ കിട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞു, കുട്ടിയെ അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് കരുതിയിട്ട് പിന്നെ ടീച്ചർ എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല. എനിക്ക് ടീച്ചർ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇനി ഒരു ടീച്ചേഴ്സ് ഒരു ജോബ് കിട്ടിയിട്ട് വേണം ടീച്ചറിന് മുന്നിൽ പോകാൻ. ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി എഴുതുന്നുണ്ട്. അപ്പൊ ഇതും ചെയ്തിട്ട് എന്നിട്ട് ടീച്ചറിന് മുന്നിൽ പോകണമെന്ന് ഒരു ആംബിഷൻ കാരണമാണ് ഇതിനെ കെയർ ചെയ്ത്. ഓക്കേടാ, നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയൂലേ ഞാനും ടീച്ചറാണ് എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമാവും. അത് വിഷയം അമ്മ ടീച്ചറൊക്കെ ആയിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് ടീച്ചറിനെ കാണണം കേട്ടോ. ഇനി അടുത്താരാണ്? എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അതായത് +2 മലയാളം പഠിപ്പിച്ചോണ്ടിരുന്നൊരു ടീച്ചറാ ഷീജ എന്ന് പറഞ്ഞ ടീച്ചർ. എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, എന്താ പറയാ, ക്ലാസ്സിൽ എല്ലാവരും അടങ്ങി ഒതുങ്ങി ഇരുന്ന ടീച്ചർ പറയണ കേട്ടോളാം, അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. പക്ഷെ ആള് പാവാ. പക്ഷെ അടുത്തറിയുന്നവർക്ക് അറിയാം ആള് പാവാന്ന്. അപ്പൊ ഈ എല്ലാ ക്ലാസ്സിലും തന്നെ കാണൂല ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് ബോയ്സ് അലമ്പായിട്ട്. അങ്ങനെ ഇപ്പൊ മലയാളം എന്ന് പറയുമ്പോ മലയാളം ഹിന്ദി ലാംഗ്വേജ് ആണല്ലോ +1 +2. അപ്പൊ 2 ക്ലാസ്സിലായിട്ട് എടുത്തുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സയൻസുകാർ ഹ്യൂമാനിറ്റീസിൽ പോയിരുന്ന ക്ലാസ് മലയാളം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമാനിറ്റീസിലെ ബോയ്സ് ആണ് ബാക്ക് ബെഞ്ചേഴ്സ്. ഭയങ്കര ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കലമ്പ് കാണിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് ചുമ്മാ ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ അതൊക്കെ സഹിച്ചൊക്കെ നിന്ന് ക്ലാസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെമിനാർ വന്നു. ഓരോരുത്തർ ഓരോ എക്സാം ഒക്കെ പറയുമ്പോ സെമിനാർ എടുക്കാൻ പറഞ്ഞ് അപ്പൊ ഞാനാ ക്ലാസ് എടുക്കുന്നത്, മലയാളം ക്ലാസ്. ഒരു ചാപ്റ്റർ വന്നിട്ടുണ്ട്. അതപ്പൊ ഞാൻ എടുത്തോണ്ടിരുന്നപ്പോ ടീച്ചർ പറഞ്ഞു എനിക്ക് സൗണ്ട് കുറച്ച് കുറവായി ക്ലാസ്സിലൊക്കെ. പൊതുവെ എല്ലാരും ചിരിച്ചു കളിച്ച് നടക്കുമ്പോൾ അതിന് ദേഷ്യപ്പെടൂല, അങ്ങനെ സൗണ്ട് ഇച്ചിരി കുറവുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇയാൾ പറയണ ക്ലിയർ അല്ലാടാ, സൗണ്ട് കേൾക്കണ്ടോ? നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുറകിലെ ബെഞ്ചില് എടുത്ത് വെച്ചു. എന്നിട്ട് ടീച്ചർ ക്ലാസ് കേൾക്കാൻ വേണ്ടി പുറകെ പോയിരുന്നു. ഇത് കേട്ട് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഇവര് ബോയ്സ് എന്തോ ടീച്ചറിനെ പറഞ്ഞു. അതായത് ടീച്ചറിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാ, ആത്മഹത്യ ചെയ്താ, എന്തോ ഫാമിലി പ്രോബ്ലം, എന്തോ കടം എന്തോ കയറി. അപ്പൊ അതൊക്കെ പറഞ്ഞ് ടീച്ചറിനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് ടീച്ചർ കരഞ്ഞു. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെ ടീച്ചർ കരയുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഏതാണ്ട് പോലെയായി. അതുവരെ ചിരിച്ചും കളിച്ചും കണ്ട എന്റെ മോന്ത പെട്ടെന്ന് മാറി. അവിടെ ക്ലാസ്സില് എല്ലാവരെയും നന്നായിട്ട് ദേഷ്യപ്പെട്ട് എന്താ അന്നേരം പറ്റിയതല്ല എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്തു. എനിക്ക് കരച്ചിൽ വന്നിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു ടീച്ചർ കരയുന്നത് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാനത് സ്റ്റാഫ് റൂമിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് അവന്മാർക്ക് സസ്പെൻഷൻ കൊടുത്ത് ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ ആയിരുന്നു. നമ്മള് മാക്സിമം നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അനുസരിക്കാനായിട്ട് നോക്കാം. അവര് എന്താ പറയാ, അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഭൂരിഭാഗം ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ പറയണത്, എന്തൊക്കെ ചെയ്യണം എന്ന് പറയണത്. നമ്മളതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ.
എന്നിട്ട് ഇപ്പൊ മിക്ക ദിവസവും ആ ടീച്ചർ എന്നെ വിളിക്കും. ഇങ്ങനെ വേറെ ആരുമായിട്ട് വിളിക്കില്ലെങ്കിൽ എന്നെ വിളിക്കും. ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, സുഖവിവരമൊക്കെ അന്വേഷിക്കും. ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ ഈ TTC എന്നൊരു ഇതിലേക്ക് വന്നത് തന്നെ. നല്ലതാണ് ട്ടോ. ഇനി ആരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം ബെസ്റ്റ് ടീച്ചറെ കുറിച്ച്? ഇന്നൊരു ദിവസമെങ്കിലും നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, അതേ കുറിച്ചൊന്ന് പറ. ആരും എക്സ്പീരിയൻസ് ഒന്നുമില്ലേ? നിങ്ങളൊന്നും ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടില്ലേ? ഞാൻ പറയട്ടെ. ആൻസർ പറ. ഞാന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരം ഒരു ആശ്രമത്തിലായിരുന്നു പഠിച്ചത്. എനിക്കൊരു ശ്രീകല എന്ന് പറയുന്നൊരു മിസ് ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ അമ്മേനെ പോലെ തന്നെയായിരുന്നു എനിക്ക് അവര്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സിൽ ബയോളജിക്ക് ഫുള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾ ആശ്രമത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ആശ്രമത്തിൽ അറിയാലോ, ഹിന്ദുസിന്റെ ആണ്. അപ്പോ ഞങ്ങൾക്ക് എന്താ പറയാ, നല്ല പണിയൊക്കെ കിട്ടുമായിരുന്നു. അടിച്ചു വാരല്, കുറെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ പോവാ. അപ്പൊ ടീച്ചർക്ക് അതിന്റെ ഒരു സഹതാപം ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർ എനിക്ക് ചോക്ലേറ്റുകൾ വാങ്ങിക്കൊണ്ട് തരാറുണ്ട്. ടീച്ചറെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം എല്ലാം കൊണ്ടുപോയി തരുമായിരുന്നു. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ വിളിക്കുമായിരുന്നു. എന്റെ ഫോണ് കംപ്ലൈന്റ് ആയതിനു ശേഷം മിസ്സിന്റെ നമ്പർ എന്റെ അടുത്ത് നിന്ന് പോയി. അപ്പൊ ഞാൻ ഈ സമയത്ത് എന്റെ മിസ്സിനെ ഞാൻ ഓർക്കുകയാണ്. അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെയാണെങ്കിൽ ആ മിസ് എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കണ്ടെത്താം. ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസമല്ലേ, ഒന്ന് കണ്ടുപിടിച്ചൊന്ന് വിഷ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതെ അതെ അതെ. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചൊന്ന് അന്വേഷിച്ചത് ചിലപ്പോൾ നമ്പേഴ്സ് കിട്ടും. ഓക്കെ ഒന്ന് വിഷ് ചെയ്തേക്ക്. അപ്പൊ ആ മിസ്സിന് ഭയങ്കര സന്തോഷമാവും. ഇനി ഓക്കെ ആരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം? ദീപയാണോ? ഞാൻ പറയാം. ഓക്കെ ഏടാ. എനിക്ക് ആദ്യമായിട്ട് ചുരിദാർ മേടിച്ചത് എന്റെ മാത്സ് ടീച്ചറാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഞങ്ങളുടെ സോഷ്യൽ നടത്തുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ നന്നായിട്ട് കവർ ചെയ്യും. എന്നാലും മാത്സിന് 50-ലാണേലും 80-ലാണേലും 2, 2.5, 3 അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് എന്നിട്ട് പഠിക്കാൻ ഈ മാത്സിന് മാത്രമേ, ഇപ്പം നമ്മൾ പഠിക്കില്ല എന്നുള്ള ഇതുമില്ല, എന്നാൽ നന്നായിട്ട് പഠിക്കും. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ. എന്നിട്ട് ഞങ്ങൾക്ക് ഈവനിങ് ക്ലാസ് വെക്കും. അപ്പം പിന്നെ അന്നേരം നൈറ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ചായ പലഹാരമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 10 ലാസ്റ്റ് ഇതില് അന്നേരം ടീച്ചർ ഇങ്ങനെ വെച്ച്, ഞങ്ങളൊരു 2 കുട്ടികളുണ്ട്, ഞാനും ഒരു ജോസ്മി എന്ന് പറഞ്ഞ, അങ്ങനെ ഞങ്ങൾ 2 പേരാണ് മാത്സിന് തീരെ പുറകോട്ട് നിൽക്കുന്നത്. അത് എത്ര നമ്മൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കില്ല എന്നിട്ട് ഒന്നുമല്ല, ബാക്കി സബ്ജക്റ്റ് ഒക്കെ നല്ല ഇതുമുണ്ട്. എന്നിട്ട് ടീച്ചർ നിങ്ങളൊരു 17.5 മേടിക്കണം. 50-ൽ അന്ന് ഞങ്ങൾക്ക് 17.5 കിട്ടണം. 18 കിട്ടിയാൽ മതി, അപ്പൊ അരമാർക്ക് ഞാൻ തരും എന്നുള്ള രീതിയിൽ 17.5 കിട്ടിയാൽ മതി ജയിക്കണം എന്ന് പറയും. ഇങ്ങനെ ഇരുന്ന് പഠിച്ച് അന്നൊന്നും ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇട്ട് തരാൻ. എന്നിട്ട് ടീച്ചർ ബുക്കില് ചെറിയ കണക്കുകൾ ഇട്ടിട്ട് അത് ഞങ്ങൾക്ക് കൊണ്ടുതരും. എന്നിട്ട് അത് നോക്കി പിറ്റേ ദിവസം പഠിച്ചുകൊണ്ട് അങ്ങനെയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മോഡൽ എക്സാമിന്റെ സമയത്ത് എനിക്ക് കൃത്യം 19 മാർക്ക് കിട്ടി. 18 എന്നുള്ള 2 മാർക്കും കൂടി കൂടുതൽ കിട്ടി ടീച്ചറിന്. എന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ഇരിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച് ക്ലാസ് റൂമിൽ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ അക്ഷയയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ടീച്ചറൊക്കെ ഇതായിട്ടോ റിട്ടയർഡ് ആയി. അപ്പം ആ ടീച്ചർ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ കുറച്ച് ഒരു 5-6 കിലോമീറ്റർ അകലെയാണ്, കാണാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്ക് അപ്പൊ ആ മാർക്ക് മേടിച്ചെന്നെ ടീച്ചർ പറഞ്ഞ ഭയങ്കര സങ്കടമായിരുന്നു ടീച്ചറിന്. ഞങ്ങൾ പഠിക്കുകയും ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ഇത്രയും മാർക്ക് മാത്സിന് മാത്രം എന്ന് പറയുമ്പോൾ ടീച്ചറിന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എന്നിട്ട് ഞങ്ങളെ 2 പേരെ, ഞാനിപ്പോ ഇരിക്കുന്നത് എനിക്ക് ചുരിദാർ മേടിച്ച കടയുടെ തൊട്ടിപ്പുറത്തെ റൂമിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യാനിരിക്കുന്നത്. ആൻഡ്രിയ എന്ന് പറഞ്ഞൊരു കട. അവിടുത്തെ ചേട്ടൻ ഇപ്പോഴും ആ ചേട്ടൻ തന്നെയാണ്. ഇപ്പോഴും ഞാനിങ്ങനെ ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്ക് ചുരിദാർ മേടിച്ചത്. ആ മാർക്ക് മേടിച്ചതിന്റെ ഇതില് എനിക്കും ജോസ്മിക്കും മേടിച്ചു തന്നത്. അവക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെയാണ് മാർക്ക് കിട്ടിയത്. അത് വലിയൊരു ഓർമ്മയാണ് ടീച്ചറിന്റെ. നല്ല ടീച്ചറാണ്. മാർത്താമ്മ എന്നായിരുന്നു ഞങ്ങളുടെ ടീച്ചറിന്റെ പേര്. ശരിക്കും നമ്മുടെ ആക്ട്രസ് ശോഭനേനെ പോലെ തന്നെയാ ഇരിക്കുന്നത്. നല്ല പൊക്കമൊക്കെ ആയിട്ട് എല്ലാവരോടും ടീച്ചറിനോട് അത്രക്ക് റെസ്പെക്ട്. നമ്മുടെ ഈ നാട് മുഴുവൻ ടീച്ചറിനെ അറിയും. ഇപ്പൊ ഒരു വീട് പണിയാനായിട്ട് ഈ ടീച്ചറിന്റെ ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ ടീച്ചറൊക്കെ ഞങ്ങളുടെ അക്ഷയയിലത്തെ ഓണറൊക്കെ ആയിട്ടാണ് ഇപ്പൊ വീട് പണി കഴിഞ്ഞത്. ആ ടീച്ചറാണ് ഇതിന് നേതൃത്വം കൊടുത്തതും. വീട് പണി കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ വീടിന്റെ കയറി താമസം. അങ്ങനെ ടീച്ചർ നല്ലൊരു ടീച്ചറാണ്.
ടീച്ചറിന്റെ എബിലിറ്റി എന്താണെന്നറിയാമോ? ഒരു സൊസൈറ്റിനെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ആർക്ക് പറ്റും? ടീച്ചേഴ്സിന് പറ്റും. ടീച്ചേഴ്സ് പഠിപ്പിക്കണ ഓരോ കുട്ടികൾ വഴിയിട്ട് അവർക്ക് എന്താണ് ആ ഒരു സൊസൈറ്റിനെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട് എന്തൊരു ടീച്ചേഴ്സിന് പറ്റും. ഒരുപാട് കുട്ടികളായിട്ട് ടീച്ചേഴ്സിനെ കോണ്ടാക്ട് വരുന്നുണ്ട്. അവർക്ക് നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് ആർക്കും ഒരു ടീച്ചേഴ്സിന് പറ്റും. നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റും കേട്ടോ. ഞാനാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ. പറഞ്ഞോ അഞ്ജന. അത് കഴിഞ്ഞ് സൈന പറഞ്ഞോ. അഞ്ജന പറഞ്ഞോടാ. ഞങ്ങള് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ 7ൽ ഒരു ആനി ടീച്ചർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷും സോഷ്യലും ആ ടീച്ചർ എടുത്തായിരുന്നെ. സോഷ്യലിനെ വെച്ചാൽ അന്നൊന്നും ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും ആ പീരീഡ് ഫുള്ളിരുന്ന് ഉറക്കാണ്. പക്ഷെ ഈ ടീച്ചർ അതിന് മുമ്പത്തെ കൊല്ലം 6th ഒരു ലീന എന്ന് പറഞ്ഞ മാമായിരുന്നു. പക്ഷെ ആളെടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര ബോറടിയാ. അതൊന്നും ഇഷ്ടമില്ല സോഷ്യൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ ആൻ ടീച്ചർ എടുക്കുമ്പോ ഭയങ്കര രസാ. നമ്മളെല്ലാരും പറയും ആൻ ടീച്ചർ മതി. ഫസ്റ്റ് ഇങ്ങനെ ടൈം ടേബിൾ ഇട്ട് ടീച്ചർമാർ ഇന്നതാന്ന് അറിയുമ്പോ പറയും ഓഫ് ആനി ടീച്ചർ അല്ല എന്ന് പറയാ ഫസ്റ്റ്. അപ്പൊ ഈ 7th തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ പഠിച്ചിട്ടുള്ളൂ. അതേമാതിരി ആ ടീച്ചറുടെ വീട് തൊട്ടന്നെയാ, സ്കൂളിന്റെ തൊട്ടന്നെയാ. അപ്പൊ ടീച്ചർ വീട്ടിൽ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡൊക്കെ തരും. അതേമാതിരി ഇതേമാതിരി ഉച്ചയ്ക്കൊക്കെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും. എക്സാമിന്റെ ടൈമിലൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ടീച്ചറാണ്. ഇപ്പോഴും ഇവിടെ തന്നെ അടുത്ത് തന്നെ വീട്. അപ്പൊ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. അതേപോലെ ഡിഗ്രിക്ക് എനിക്ക് അനിത മിസ് ഉണ്ടായിരുന്നു. അമ്മേന്റെ പോലെ ശരിക്ക്. ഒന്നാമത്തെ എന്റെ അമ്മയും ആ ടീച്ചർ ഒരേപോലെയാണ് കാണുമ്പോഴൊക്കെ. അതുപോലെ ഡിഗ്രിക്ക് ക്ലാസ്സിൽ കയറാൻ കാരണം ആ ടീച്ചറാ. നമ്മള് ഇത്തിരി ഉഴപ്പായിരുന്നു ഞാൻ. അപ്പൊ എവിടെ പുറത്ത് കണ്ടാലും അപ്പൊ പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടിരുത്തും. അങ്ങനെ ഒരു ടീച്ചറായിരുന്നു. അതേമാതിരി ടൂർ കൊണ്ടുപോകാനും ഇപ്പോഴായാലും എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോ വിളിക്കും, വരുന്നുണ്ടാ നീ? ഇപ്പോഴൊന്നും പോകാൻ പറ്റാറില്ല. പക്ഷെ മുമ്പൊക്കെ പോയിട്ടുണ്ട്. കല്യാണം കഴിയണേക്കാളൊക്കെ മുമ്പ് പോയിട്ടുണ്ട് ആ ടീച്ചറൊപ്പം. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തു. അപ്പൊ പിള്ളേരെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സിനൊക്കെ ചേർന്ന് പറഞ്ഞപ്പോ സന്തോഷമായി അയാൾക്ക്. ഇനി സൈന. മാം എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്, ഞാൻ അംഗൻവാടിയിലൊന്നും പഠില്ല, ഫസ്റ്റ് 1ാം ക്ലാസ്സിലോട്ടാണ് പോയത്. അന്ന് അവിടെ പഠിപ്പിച്ചത് ജിജി എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു. ടീച്ചർ വെച്ചാൽ ഒരാളെന്നല്ല, എല്ലാ പിള്ളേരും ഒരേപോലെ കാണുന്ന ഒരു പ്രകൃതമായിരുന്നു ടീച്ചർ. എപ്പോഴും ചിരിച്ചോണ്ട് മാത്രമേ ആ ടീച്ചറെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മ പഠിച്ച് അവിടെ 4ാം ക്ലാസ് വരെ ഉള്ളു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്കൂളുകളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നായിരുന്നു. അന്ന് ഈ മിസ് അവിടെ ഷോപ്പിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ 2nd ഫ്ലോറിലാണ് നിൽക്കണം. അപ്പൊ അവിടെ ഒരു കുട്ടി പറഞ്ഞറിഞ്ഞിട്ട് മിസ് എന്നെ കാണാൻ വേണ്ടി 2nd ഫ്ലോറിൽ വന്ന് എൻ്റെ അടുത്ത് കുറെ സംസാരിക്കുകയും എല്ലാം ചെയ്തു. ഒരാളോട് നല്ല മിസ് എല്ലാരോടും ഭയങ്കരമായിട്ട് ഒരമ്മ കുഞ്ഞിനോട് പെരുമാറണ ആ ഒരു രീതിയിലാണ് മിസ് പെരുമാറണ. മിസ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മിസ് മരിച്ചുപോയി. ഞാൻ അന്ന് പഠിച്ച സ്കൂളിലാണ് എൻ്റെ ഇളയ മകൻ ഇപ്പൊ പഠിക്കുന്നത്. ഞങ്ങൾ അന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ചത്. അവരുടെ ഇപ്പൊ LKG സ്റ്റാൻഡേർഡ്. ഇന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി കൊച്ചിന് അവരുടെ ടീച്ചറിനെ ആ ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റ് കൊടുത്തപ്പോ ശരിക്കും എനിക്ക് മിസ്സിനെയാണ് ഓർമ്മ വന്നത്. കാര്യം ഞങ്ങളൊക്കെ പഠിക്കുമ്പോ അങ്ങനെ നമ്മൾ ടീച്ചേഴ്സ് ഡേ അങ്ങനെ അത്ര ഇതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് കൊച്ചി ആ കറക്റ്റ് ആ പൊസിഷനിൽ മകൻ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തപ്പോ എനിക്ക് ടീച്ചറിനെയാണ് ഓർമ്മ വന്നത്. ടീച്ചർ മരിച്ചപ്പോ എനിക്ക് പോവാനും പറ്റിയില്ല. ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വന്ന ആ ഒരു ടീച്ചറിന്റെ മുഖമാണ്. ടീച്ചർ ഞാൻ പറയട്ടെ. ശ്വേത. പറഞ്ഞോട്ടാ. എനിക്ക് എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളം പഠിപ്പിച്ചൊരു സ്മിത ടീച്ചർ. ടീച്ചർ ഒരു വർഷം ഉണ്ടായുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര കൂട്ടായിരുന്നു ടീച്ചറായിട്ട്. എന്തും പറയാം. ഞാൻ പിന്നെ ഇച്ചിരി വർത്താനം കൂടുതലുള്ള ആളാണ്. അപ്പൊ ടീച്ചർ അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ എന്തും ഞങ്ങളോടും പറയും. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ ഒരു വർഷം ഉണ്ടായുള്ളൂ. ടീച്ചർ പെട്ടെന്ന് അവിടുന്ന് പോയി. പിന്നീട് ഡിഗ്രിയുടെ സമയത്ത് ഒരു PSC ടെസ്റ്റ് എഴുതാൻ പോയപ്പോ ടീച്ചറായിരുന്നു അവിടെ നമ്മുടെ നോക്കാനായിട്ട് വന്നത്. ടീച്ചർ കണ്ട വഴി മനസ്സിലായി. എനിക്ക് ടീച്ചറിനെ പെട്ടെന്ന് മനസ്സിലായില്ല. ടീച്ചർ മുടിയൊക്കെ നരച്ച് കുറച്ച് പ്രായമായിരുന്നു. ടീച്ചർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ടീച്ചർ ഓർത്ത് എന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു. എന്റെ സ്റ്റുഡന്റ് എനിക്ക് ഒരു മേഴ്സി ടീച്ചർ ഉണ്ടായിരുന്നു, അരവിന്ദാക്ഷൻ കുഞ്ഞി എന്ന് പറഞ്ഞിട്ട് സാറുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞി സാറിനെ വിളിക്കുക.
അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വരുമ്പോൾ പറയും, എന്നോട് പറയും ഇച്ചിരി നേരം മിണ്ടാണ്ടിരിക്കണ ഞാൻ ചായയും എന്തെങ്കിലും പലഹാരം വാങ്ങിച്ചു തരാൻ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് പറയും. ഒരു ദിവസം നമ്മള് മിണ്ടാണ്ടിരുന്ന അങ്ങനെ ഒന്നും ഇത് തീരെ ഇതില്ലാണ്ടിരിക്കുകയാണെങ്കിൽ സാറിന് എന്താ അങ്ങനെ മിണ്ടാണ്ടിരിക്കണേ, ഒച്ചയെടുക്ക് എന്നാലല്ലേ ക്ലാസ്സിനൊരു ഓളമുള്ളൂ, നിങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന എങ്ങനെ ശരിയാവുക എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഓർക്കണു. ഞാൻ കാലത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ, ഇനി ആരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണത്? ഞാനില്ലേ, നിങ്ങൾ ടീച്ചേഴ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? മാം എനിക്കൊണ്ട് പറയാൻ. പ്രിയ പറഞ്ഞോളാം. ഞാനും ഇതുപോലെ ഡിഗ്രി അല്ല പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം എന്നെ അക്കൗണ്ടൻസ് പഠിപ്പിച്ച ഒരു മിസ് ഉണ്ടായിരുന്നു. അമ്പിളി മിസ് എന്നാ പേര്. അമ്പിളി എന്നായിരുന്നു പേര്. നല്ല എല്ലാവരോടും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു മിസ്സായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്ലസ് വണ്ണിലെ എക്സാമിന് മുന്നേ എനിക്ക് ചിക്കൻ പോക്സ് ഒക്കെ വന്നു. ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ട് കുറച്ച് 3 ആഴ്ചത്തോളം ക്ലാസ് എനിക്ക് പോയി. പിന്നെ ഞാൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് മിസ്സായിട്ടുള്ള അത്രയും പോർഷൻ തന്നെ മിസ് പഠിപ്പിച്ച് പ്ലസ് വണ്ണിലെ ആനുവൽ എക്സാമിൽ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു അക്കൗണ്ടൻസിക്ക്. എനിക്ക് 3-4 ആഴ്ചത്തെ ക്ലാസ് പോയത് കൊണ്ട് തന്നെ, പക്ഷെ മിസ് അതെല്ലാം എനിക്ക് കവർ ചെയ്തെടുത്തോണ്ട് എനിക്കത് ഒറ്റ പ്രാവശ്യം തന്നെ എഴുതി കിട്ടാനൊക്കെ പറ്റി. അതുകൊണ്ട് എനിക്ക് മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ മിസ് ഇവിടെ ഇല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് എങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്ലസ് ടുവിന് തന്നെ പഠിപ്പിച്ച എക്കണോമിക്സ് പഠിപ്പിച്ച മിസ്സിനെ കണ്ടപ്പോൾ മിസ് പറഞ്ഞു അമ്പിളി ഇപ്പം തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. പക്ഷെ നമ്പരൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, മിസ് ഇച്ചിരി തിരക്കിലായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പഠിച്ചിട്ടുള്ള 1 തൊട്ട് 7 വരെ പഠിച്ച ഓരോടത്തും ഉണ്ട്, ഓരോ സാറുമാരുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മാത്സ് പഠിപ്പിച്ച ജോൺ സാർ എന്ന് പറയുന്ന ജോൺ സാറുണ്ട്. പിന്നെ 8, 9, 10 പഠിപ്പിച്ച വിജയമണി ടീച്ചർ എന്ന് പറയുന്ന ഒരു മിസ് ഉണ്ട്. ആ മിസ് അതുപോലെ തന്നെ എനിക്ക് നല്ല പ്രായമുള്ള മിസ്സായിരുന്നു. ഞങ്ങള് 10th കഴിഞ്ഞപ്പോൾ മിസ് അവിടുന്ന് റിട്ടയർ ആയിപ്പോയി. അപ്പൊ ആ മിസ് എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കും എല്ലാവരെയും ഒരുപോലെ കാണുന്ന, നല്ല എന്താ പറയുന്നേ, ആരോടും ദേഷ്യപ്പെടത്തൊന്നുമില്ല. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മിസ്സായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിച്ച ഒരു മിസ് ഉണ്ടായിരുന്നു, അമ്മു മിസ് എന്ന് പറയുന്നത്. മിസ്സിന് ഇതുപോലെ ആയിരുന്നു, പിള്ളേരെ എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ മിസ് എപ്പോഴും പറയും, മിസ് ഇങ്ങനെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് മിസ്സാണെന്ന് തോന്നത്തില്ല, അതുപോലാണ് പിള്ളേരോടൊക്കെ പെരുമാറും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. മിസ് പറഞ്ഞ മിസ്സിന്റെ പീരീഡിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ടിരിക്കുക, അതൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫീലൊന്നും ഇല്ലായിരുന്നു. മാം മ്യൂട്ട് ഇതായിട്ടില്ല. സോറി കേട്ടാ, മ്യൂട്ട് ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താണ്, നിങ്ങൾക്ക് മാക്സിമം ഈ ടീച്ചേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യാൻ ഇപ്പൊ പറ്റുമെങ്കിൽ ഫോൺ നമ്പറൊക്കെ ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ടെങ്കിൽ നമ്പറൊക്കെ വാങ്ങിച്ച് ഇന്ന് തന്നെ മാക്സിമം അവരൊക്കെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാം. ഇന്നൊരു ദിവസമെങ്കിലും നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്ന് വിഷ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ താങ്ക് യു കേട്ടാ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയാനും ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തതും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. ചെറിയ കാര്യങ്ങളൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതും നല്ല രീതിയിൽ ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. മാം പറഞ്ഞോടാ മിസ്, ഇത് ടീച്ചേഴ്സ് ഡേക്ക് ഒരു മിനിറ്റ്. ചെണ്ടാ, ഓക്കെ പറഞ്ഞോടാ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇതെങ്ങനെയാ ഒന്ന് തരുന്നേ? അതെങ്ങനെയാ തരാം, ഞാൻ ഫോട്ടോ എടുത്തേക്കാം. ഒരു മിനിറ്റ് ഞാനേ പിൻ ചെയ്തിട്ട് ഒന്ന് ഫോട്ടോ എടുത്തേക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. അടുത്ത അനു, ഒരു മിനിറ്റ് അനു, 1 മിനിറ്റ് ഫോട്ടോ എടുക്കണം. കൂടെ എന്നെ കറിയിപ്പിക്കോ? ഒരു മിനിറ്റ് അനു.
ഒന്നിങ്ങനെ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി ക്യാമറ കാണുന്ന രീതിയിൽ. താങ്ക്സ്. ഓക്കെ താങ്ക് യു. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലാസ് ഒക്കെ കേട്ടോ. താങ്ക് യു. Thank you, teacher. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.